നമുക്ക് ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ധർമ്മൻ വീട് വിട്ടിറങ്ങാനായിട്ട് ഒരുങ്ങുവാണ്. ധർമ്മന് മനസ്സിലായി താൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. കാരണം തന്നെ തൻ്റെ അളിയൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായി താൻ അളിയനോടും ചേച്ചിയോടും ഒപ്പം ചേർന്നിട്ട്, പക്ഷെ ഇന്ന് വരെ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. അത് ധർമ്മന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ധർമ്മ വായകൊക്കെ തൂക്കി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ശ്രീദേവ് വന്ന് ധർമ്മന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മാമനത് എന്തോ പരിപാടിയാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് ആർക്കും മാമനെ സംശയമില്ല. മാമൻ പോവരുമെന്ന് പറഞ്ഞു. ഇല്ല മോളെ, ഇനി ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഏച്ചി കെട്ടിയാൽ മോച്ചിരിക്കുമെന്നല്ലേ പറയണേ. അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് സുകന്യോട് ചോദിച്ചു, എടുക്കാനുള്ളതൊക്കെ എടുത്തോന്ന് ചോദിച്ചു. എടുത്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ചോദിച്ചു, എടാ നീ ഇതെങ്ങോട്ടാ പോണേ? ഞങ്ങൾ അങ്ങനെ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടൊന്നുമില്ല. നീ ഇങ്ങനെയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് ബാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ സുകന്യയുടെ ആ വാച്ച് ഉണ്ടല്ലോ, 25,000 രൂപയുടെ വാച്ച്, അതിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം ബില്ലും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അത് റിട്ടേൺ കൊടുത്തു കഴിയുമ്പോൾ 25,000 രൂപ കിട്ടും. അത് അളിയനെടുത്തോ. ഇനി ഞാൻ എന്താണെങ്കിലും മോഷ്ടിച്ച പണമല്ലേ, അതിനിപ്പോൾ അതിൻ്റെ പേരിൽ അളിയനൊരു മനസ്താവം വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലൊരു പ്രശ്നവും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇനി ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ നീ എന്തൊക്കെയായി പറയണേ? ചേച്ചി, ഇന്ന് വരെ എൻ്റെ മേലിൽ ഇങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടില്ല. ഞാൻ 1 രൂപ പോലും അങ്ങനെ ആരോടും ചോദിക്കാൻ ഞാൻ എടുത്തിട്ട് പോലുമില്ല. പക്ഷെ ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് ഇതെൻ്റെ വീടാന്ന് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്കും മനസ്സിലായി അതങ്ങനെയല്ലെന്ന്. സുകന്യെന്നും പറഞ്ഞുകൊണ്ട് സുകന്യയുടെ കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവി വന്ന് തടഞ്ഞു. ഇതേ സുകന്യേച്ചി, മാമനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം, പോവരുമെന്ന് പറഞ്ഞു. പക്ഷേ സുകന്യ നിന്നില്ല. സുകന്യയും ധർമ്മനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി. അവരിറങ്ങി പോകുന്നത് കണ്ട് കഴിഞ്ഞപ്പോൾ ആർക്കും സഹിച്ചില്ല. ആരിനും ആകാശിനും ആനന്ദിനും എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. കാരണം 25,000 രൂപയുടെ പേരിലാണ് ഇറങ്ങിപ്പോകുന്ന. കുടുംബത്തിലൊരാൾ പോയതുപോലെ അവർക്ക് തോന്നേ. കാരണം ധർമ്മനെ അവരങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. മൂത്ത ചേട്ടനായിട്ടാണ് ആരിനും ആനന്ദവും ഒക്കെ കണ്ടിരിക്കുന്നത്. എല്ലാവരും തകർന്നു പോയി. ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോഴേക്കും ആകാശ് ബാലനോട് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ആരാന്നറിയാവോ? ഏറ്റവും കൂടുതൽ അച്ഛനെ സ്നേഹിച്ച ആളാ. ഞങ്ങളെക്കാളും കൂടുതൽ, സ്വന്തം മക്കളെക്കാളും കൂടുതൽ അച്ഛനെ സ്നേഹിച്ച മാമനായിരുന്നു. ഇന്ന് വരെ അച്ഛൻ എന്തേലും ഒരു വഴക്ക് പറയാനാ, ഞങ്ങൾ എന്തേലും കുറ്റപ്പെടുത്തിയാൽ പോലും മാമ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരാളായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, എടാ അതിന് അച്ഛൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അച്ഛൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്ന പോലെ മാമനെയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. അച്ഛൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. അച്ഛൻ എന്തിനാ മാമനോട് അങ്ങനെയൊക്കെ ചോദിക്കുകയോ ചെയ്തേ? അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന്? അത് മാമന്റെ മനസ്സിനെ ശരിക്കും മുറിവേൽപ്പിച്ചു. ഞങ്ങളാണെ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ മാമനത് വല്ലാതെ കൊണ്ടു. പ്രത്യേകിച്ച് സ്വന്തം ഭാര്യയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ പേരിൽ. മുമ്പായിരുന്ന മാമന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഭാര്യയുടെ മുന്നിൽ ആരും അല്ലാതായി തീർന്ന പോലെ, ചെറുതായി പോയതുപോലെ തോന്നൽ മാമൻ ഉണ്ടായി കാണും. അത് അച്ഛൻ വിചാരിച്ചില്ല. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് ശരിയാ അച്ഛാ. അച്ഛൻ്റെ ആ കുറ്റപ്പെടുത്തലുകൾ, അച്ഛൻ ഒരിക്കലും അങ്ങനെയല്ല സംസാരിച്ചെങ്കിൽ പോലും അച്ഛൻ അങ്ങനെ ഒരു ടോൺ വന്നിട്ടുണ്ടായിരുന്നു. അത് മാമനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു, വേദനിപ്പിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ ഗോമതിക്കും ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഗോമതി അവിടെ ഇരുന്ന് കരയുവാണ്. ഗോമതിയുടെ അടുത്ത് നിന്ന് മീനാക്ഷിയൊക്കെ ആശ്വസിപ്പിച്ചു. 2 ദിവസം കഴിയുമ്പോൾ മാമൻ ഇങ്ങോട്ടേക്ക് തിരികെ വരും. മാമൻ എവിടെ പോവാനാ? മാമന് നമ്മളെയൊക്കെ വിട്ടിട്ട് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷേ എങ്കിൽ അതൊന്നും ഗോമതിക്കൊരു ആശ്വാസവാക്കായിരുന്നില്ല. ഇതേ സമയം സുകന്യയും ധർമ്മനും കൂടെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതനും അനുശ്രീയും എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ബാഹക്കത്തേക്ക് അവർ വരുന്ന കണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ ചോദിച്ചു, എന്താടാ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സുകന്യ പറഞ്ഞു, അമ്മേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നെന്ന് പറഞ്ഞു. പോന്നോ? അവിടെ എന്താ? അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ധർമ്മം ഭാഗമൊന്നും എടുത്തുകൊണ്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അപ്പോഴേക്കും ധർമ്മൻ കാര്യങ്ങളൊക്കെ പറയണം. സുകന്യം പറഞ്ഞു, ഇന്ന പോലെ സംഭവം. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് ഭയങ്കര വിഷമമായിപ്പോയി. അനു പറഞ്ഞു, മാമ സങ്കടപ്പെടുകയൊന്നും വേണ്ട. അച്ഛൻ ഒരിക്കലും മാമനെ അങ്ങനെ രീതിയിലൊരു കണ്ണുകൊണ്ടായിരിക്കില്ല കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ മാമൻ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. സുകന്യയോടും പറഞ്ഞു, ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അനുവിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. അച്ഛനും പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ബാലന്റെ തനി സ്വരൂപം എന്താന്ന്. ഞാനിതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പറഞ്ഞാൽ മനസ്സിലാക്കണോടാന്നൊക്കെ പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, എടാ ചിലപ്പോൾ നിനക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും.
ഇത്രയും കാലമായി ബാലനും ഗോമതിയും നിന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ലോ. ഇല്ലമ്മേ, പക്ഷെ ആദ്യമായിട്ടാ എനിക്കത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. സുകന്യ പറഞ്ഞു, ഞാൻ എപ്പോഴും ധർമ്മേടനോട് പറയും കല്യാണം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലല്ലേ നിൽക്കണ്ടേന്ന്. പക്ഷെ ഇപ്പോഴാ ധർമ്മേടന് മനസ്സിലായത് എന്താ എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ. സ്വന്തം കുടുംബമെന്നും പറഞ്ഞിട്ട് ഇത്രയും കാലം ഗോമതി സ്റ്റോഴ്സിൽ പോയി അവർക്ക് വേണ്ടി ജോലി ചെയ്ത് കൊടുത്തിട്ട് എന്തുണ്ടായി? ഒരു 25,000 രൂപയുടെ പേരിൽ മോഷ്ടാവായില്ലെന്ന് ചോദിച്ചു. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ സുകന്യെ, ധർമ്മന് നമ്മളൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കിട്ടിയ അവസരം രാജശ്രീ അച്യുതനും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് വിനിയോഗിച്ചു. പക്ഷേങ്കിൽ അനുവിന് ഭയങ്കര വിഷമമായിരുന്നു ധർമ്മൻ അവിടുന്ന് പോന്നിട്ട്. കാരണം മാമൻ എങ്ങനെ അവിടെ കഴിഞ്ഞിരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിന് നന്നായിട്ട് അറിയായിരുന്നു. അനു ധർമ്മനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ധർമ്മൻ സുകന്യനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ധർമ്മന് ഒന്നിനും തോന്നിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് പറിച്ച് നട്ട് കഴിയുമ്പോഴത്തേനും അവിടെ ഒന്ന് വേരുറക്കാണ്ട് ഇത്തിരി സമയം പിടിക്കുമല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു ധർമ്മന്. പക്ഷെ സുകന്യ ഹാപ്പി ആയിരുന്നു. സുകന്യ ധർമ്മനോട് പറഞ്ഞു, ധർമ്മൻ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ, അത് നല്ലതായിട്ട് എനിക്ക് തോന്നേ, ഇത് കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു പറഞ്ഞു. ഈ സമയത്ത് അലോക് അച്യുതനെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇതിനകത്ത് എന്തോ ഒരു ചതി മണക്കുന്നില്ലേന്ന് ചോദിച്ചു. എന്താടാ? എനിക്ക് തോന്നേ ആ ബാലനുണ്ടല്ലോ, മിക്കവാറും മാമയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് എന്തോ ഒരു നാടകം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നാടകോ? അതെ അച്ഛാ. അനു ഇവിടെ ഉണ്ടല്ലോ, അപ്പം മിക്കവാറും അനുവിന് എന്തേലും സംഭവിക്കാനുള്ള ആപത്ത് വരുമോ? നമ്മളിവിടെ അവിടെ എങ്ങനെ നോക്കുന്നേ? ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബാലനും ഇളയച്ചനും കൂടെ ചേർന്നൊരു നാടകം കളിക്കുന്നതായിരിക്കും. അവരെല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുത്തിരിക്കുകയായിരിക്കും. ഇളയച്ചൻ ഇങ്ങോട്ട് മനഃപൂർവ്വം പറഞ്ഞു വിട്ടാ, എന്നിട്ട് ഇളയച്ചൻ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മൾ സൂക്ഷിക്കണോടാ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയിപ്പം നമുക്കിട്ട് പണി കൂട്ടുമെന്നാ തോന്നുന്നതെന്നൊക്കെ അച്യുതനും പറഞ്ഞു. അച്യുതന് നല്ല സംശയം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ. കാരണം ഇത്ര പെട്ടെന്ന് ഇത്ര നാളായിട്ട് ധർമ്മൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമെന്ന് അവർ സംശയിക്കുന്നുണ്ടായിരുന്നു. അലോക് പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണോ വെച്ചാൽ. ഒരു പക്ഷേ ഇനിയിപ്പോൾ അനുസരി ഇവിടുന്ന് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ അമേരിക്കക്കാരുമായിട്ടുള്ള ബന്ധം അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നല്ലോ. ഇനി നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അതൊരു കാരണവശാലും പാടില്ല, നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് എല്ലാവരും ദേവമംഗലത്ത് സങ്കടത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒടുവിൽ ബാലൻ പറഞ്ഞു, ഞാൻ പോയി വിളിക്കാം അവനെ. ഞാൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മൻ ഇങ്ങോട്ടേക്ക് വരും, അവന് വരാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ദേവി പറഞ്ഞു, അത് ശരിയാ, ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളും വരാം, ഞങ്ങളും കൂടെ വന്നിട്ട് മാമനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, വേണ്ട, ആരും അവിടേക്ക് പോകണ്ട, ആരും പോയി വിളിക്കണ്ട. അതെന്താ അമ്മ അങ്ങനെ പറയണേ എന്നാരും ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞില്ലേ, അവനോടെ കഴിഞ്ഞോട്ടെ, അവനോട് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ഇനി ഇവിടുന്ന് ആരും പോയി അവനെ വിളിക്കണ്ട, അത് അവൻ്റെ വീടാണ്, അവൻ അവിടെയാ ജീവിക്കണ്ടേ, ഇവിടെ അല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ഗോമതി പറയണമെന്ന് ചോദിച്ചു. അതെ ബാലേട്ടാ, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി അവനെ ആരും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ട, അവൻ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്തേക്ക് കയറിപ്പോയി. ബാലൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ബാലൻ പ്രതീക്ഷിച്ചേക്കാളും അപ്പുറമായിരുന്നു. ബാലൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഗോമതി പറയും പോയി വിളിച്ചുകൊണ്ട് വരണമെന്നാ. പക്ഷെ ഗോമതിക്ക് സങ്കടമായിരുന്നു. കാരണം തൻ്റെ അനുജനായിട്ടല്ല മകനായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അവനൊരു വിഷമം വന്നപ്പോൾ ഗോമതിക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.